മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിവില്ലാതെ ഇന്നലെ അദ്ദേഹത്തിന്റെ പൊതുയോഗത്തിൽ ഒരു ആഹ്വാനം നടത്തി. അതായത് അദ്ദേഹം പങ്കെടുത്ത ഒരു ഉദ്ഘാടന പരിപാടി കേരളത്തിലെ ജനങ്ങൾക്ക്, അതായത് കണ്ണൂർ പെരളശ്ശേരിയിലുള്ള കീഴത്തൂർ പാലത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ദൃശ്യമാധ്യമങ്ങൾ ആരും വന്നില്ല. ഒരു നാടിന് ഗുണമാകുന്ന, നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനമാകുന്ന ഒരു പദ്ധതി, അത് ഏറെക്കാലം ഏകദേശം 4 പതിറ്റാണ്ടോളം ഒരു നാടിന്റെ ആവശ്യമായിരുന്നു. അതിനെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എടുത്ത എഫോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 6 കോടി രൂപ ചെലവഴിച്ച് പാലം നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വാർത്തയല്ല. അങ്ങനെ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്ത ഒരു വാചകം കൊണ്ട് കേട്ടെ. ഒരു കാര്യം നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇക്കാലത്ത് ഏതൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും നമുക്ക് ധാരാളം നമ്മുടെ ദൃശ്യമാധ്യമ ക്യാമറകളെ കാണാൻ കഴിയും. ഇത് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞൊരു പരിപാടിയിൽ പങ്കെടുത്തു. ഇപ്പോൾ 2ാമത്തെ പരിപാടിയാണിത്. ഇവിടെ ചില ക്യാമറകളുണ്ട്, പക്ഷേ ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറയാണോ എന്ന് സംശയമാണ്. എന്താണ് അങ്ങനെ ഒരു അവസ്ഥ വരാനിടയായത് എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾ അറിയരുത് എന്നാഗ്രഹിക്കുന്ന വൻകിട മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഭാഗമായി എങ്ങനെയെല്ലാം തമസ്കരിക്കാനാകും എന്നതാണ്, അത്തരം പ്രവർത്തനങ്ങൾ തമസ്കരിക്കാനാകും, ഏതെല്ലാം രീതിയിൽ ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റും. ഇനി അഥവാ അറിയിക്കേണ്ടി വന്നാൽ അതിൻ്റെ നല്ല വശങ്ങൾ മറച്ചുവെച്ച് വക്രീകരിച്ച് തീർത്തും ദുരുപദിഷ്ടമായ ഭാഗം അവതരിപ്പിക്കുക. ഇതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു കാര്യമേ പറയാനുള്ളൂ, ഇവിടെ പങ്കെടുത്തവരിൽ മഹാഭൂരിഭാഗം പേരും മാധ്യമരംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അത് അച്ചടി മാധ്യമമോ ദൃശ്യമാധ്യമമോ അല്ല എന്ന് മാത്രം. നിങ്ങൾ ഭൂരിഭാഗം പേരും ഇടപെടുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലാണ്. ആ ഇടപെടൽ ഇത്തരം ഘട്ടത്തിൽ ത്വരിതപ്പെടുത്താനാവണം. എന്താണോ മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങളുടെ പരിചയക്കാരിലടക്കം എല്ലാവരിലും എത്തിക്കാനുള്ള ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുകൂടി ഉണ്ടാകണം.